പോയി സത്യം പറഞ്ഞ. ഈ പൈസ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാര് ഇവർ എങ്ങനെയാടാ ഈ ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും ബേസിക് ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭയങ്കര അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഒക്കെ വലിയ വലിയ ഹോസ്പിറ്റൽസിലാണ് ഉണ്ടാവും. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചു വേടാ, ഈ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഒരു ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത ഒരാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റത്തില്ല, കാരണം പൈസ ഇല്ല. പിന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ബേസിക് ട്രീറ്റ്മെന്റ് അല്ലാതെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉള്ളത്? ഞാൻ ആരോഗ്യമന്ത്രിയോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു അഡ്വാൻസ് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം. ഗവൺമെന്റിലോട്ട് എന്തോരം പൈസ ടാക്സ് ആയിട്ട് പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് വേണ്ടത്ര സൗകര്യം തരുന്നില്ല? എന്തുകൊണ്ട്? ഞാനത് മിനിസ്റ്ററിനോടാണ് ചോദിക്കുന്നത്. ആസ് എ കോമൺ പേഴ്സൺ, എന്റെ ജീവിതത്തിലുണ്ട ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്ട്സിനും എന്തുകൊണ്ടാണ് ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കാത്ത, ബേസിക് ഫെസിലിറ്റീസ് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് കൊടുക്കാത്ത ഗവൺമെന്റ് ആശുപത്രി എന്തുകൊണ്ടില്ല? ഈ പൈസ ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇവരുടെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂ. ഇവര് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഞാൻ ആ നിലയിൽ എന്റെ അച്ഛനെ കൊണ്ട് അന്ന് ആ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നു.